ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ കുട്ടികളെ, നമുക്ക് പ്രാർത്ഥനയോടെ തന്നെ നമുക്ക് ക്ലാസ് ആരംഭിക്കാം. നിങ്ങളായിരിക്കുന്ന ആ സ്ഥലത്ത് തന്നെ ഈശോയുടെ രൂപം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് എല്ലാവരും കണ്ണുകളടച്ച് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, ഞങ്ങളെ എല്ലാവരെയും അങ്ങേ കരങ്ങളിൽ സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ. ഒരിക്കൽ കൂടി ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ പഠിക്കുകയുണ്ടായി, നമ്മുടെ കൊച്ചിയിൽ ലത്തീൻ സഭയുടെയും സമുദായത്തിൻ്റെയൊക്കെ രൂപീകരണത്തിന് പല സഭകൾ വഹിച്ച പങ്കിനെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനമായിട്ട് മനസ്സിലാക്കിയത്. അപ്പോൾ അവിടെ ഫ്രാൻസിസ്കൻ സഭ, അഗസ്റ്റീനിയൻ സഭ, ജെസ്യൂട്ട് സഭ, അതേപോലെ തന്നെ ഡൊമിനിക്കൻ സഭ, ഈ മൂന്നാല് സഭകൾ നമ്മുടെ ഈ കൊച്ചിയുടെ അല്ലെങ്കിൽ കത്തോലിക്ക സഭയുടെ പ്രവർത്തനങ്ങൾക്ക് ധാരാളം പങ്കുവച്ചതിനെക്കുറിച്ചാണ് നമ്മൾ അവസാനമായി ചിന്തിച്ചത്. അതിൽ നമുക്കറിയാം, അവസാനമായി ആ ഇടയ്ക്ക് തന്നെ നമ്മുടെ വിശുദ്ധ ഫ്രാൻസിസ് സേവിയർ ഇവിടെ വരികയും ഇവിടെ കൂടുതൽ നാളുകൾ കൊച്ചിയിൽ തന്നെ താമസിച്ചുകൊണ്ട് മിഷണറിമാരെ അയക്കുകയും ചെയ്ത, അങ്ങനെ അയച്ച് കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ട് കൊല്ലം, തിരുവനന്തപുരം, ആലപ്പുഴ, കൊച്ചി എന്നിവിടങ്ങളിൽ കത്തോലിക്ക സഭ, ലത്തീൻ സഭ ആഴത്തിൽ വളർന്ന് തുടങ്ങിയത്. അതായിരുന്നു അവസാനമായി നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഈ ക്ലാസ്സിൽ നമ്മൾ ആരംഭിക്കുന്നത് ആ പഠിച്ച ആ അധ്യായം, അതിൻ്റെ തന്നെയുള്ള പേരിൻ്റെ രണ്ടാം ഭാഗത്തെക്കുറിച്ചാണ്. കേരള ലത്തീൻ സഭ രണ്ടാം ഭാഗം. നമുക്കറിയാം, 1653 ജനുവരി 3 കൂനംകുരിശ് ശബ്ദം ഉണ്ടാക്കി. ആ കൂനംകുരിശ് ശബ്ദത്തെ തുടർന്ന് അന്ന് വിഘടിച്ചു നിന്ന ആർച്ച് ഡീക്കൻ തോമസ്, ഈ ആർച്ച് ഡീക്കൻ പുതിയ സഭയ്ക്ക് രൂപം കൊടുത്തു. എന്നാൽ ബഹുഭൂരിപക്ഷം ഈ മാർത്തോമ ക്രിസ്ത്യാനികൾ പോപ്പിൻ്റെ വാക്കിനോട് ചേരുകയും, അതായത് പോപ്പിനെ അംഗീകരിക്കുകയും ചെയ്തു. ഇദ്ദേഹം ഇവരെയെല്ലാം സ്വാധീനിച്ചെങ്കിലും പോപ്പിൻ്റെ അധികാരത്തിൽ അവർ അതിൽ അംഗീകരിച്ചു. അങ്ങനെ എങ്കിൽ പോലും പോപ്പിനെ അംഗീകരിച്ചെങ്കിലും ഈശോ സഭ വൈദികരോട് അവർ വളരെ അകൽച്ച പാലിച്ചിരുന്നു. അവരെ ശരിക്കും പറഞ്ഞാൽ അവരുമായിട്ട് യാതൊരു ബന്ധമില്ലായിരുന്നു. അതുതന്നെയാണല്ലോ കൂനംകുരിശ് ശബ്ദത്തിൻ്റെ പ്രത്യേകതയും. ആ ശബ്ദം ചെയ്തപ്പോൾ അവർ പറഞ്ഞ വാക്കുകൾ എന്താണ്? ഈശോ സഭ വൈദികരുമായിട്ട് യാതൊരു ബന്ധവും ഞങ്ങൾക്കിനി ഉണ്ടാകില്ല. അത് വളരെ കർക്കശമായിട്ട് അവരെടുത്ത തീരുമാനമായിരുന്നു. എന്നാൽ ഈ കേരള ക്രൈസ്തവരുമായിട്ട് മുൻ പരിചയമുണ്ടായിരുന്ന കർമ്മലിത്ത മിഷണറിമാരെ അലക്സാണ്ടർ ഏഴാമൻ മാർപ്പാപ്പയുടെ കാലത്ത് കർമ്മലിത്ത മിഷണറിമാരെ കേരളത്തിലേക്ക് അയക്കുകയാണുണ്ടായത്. അതിൻ്റെ ഉദ്ദേശം അത് വന്നപ്പോൾ 1655 ജോസഫ് സെബസ്ത്യാനി എന്ന മിഷണറിയെയും 1658 ഹൈസിന്ത് എന്ന മിഷണറിയെയും ആണ് ഇങ്ങോട്ട് അയച്ചത്. ഇതിൻ്റെ ആദ്യത്തെ ഉദ്ദേശം എന്തായിരുന്നറിയാവോ? ആർച്ച് ഡീക്കനെ കൊടുങ്ങല്ലൂർ മെത്രാപ്പൊലിത്തയുമായിട്ട് രമ്യതപ്പെടുത്താനുള്ള ശ്രമമായിരുന്നു ആദ്യത്തെ ശ്രമം. ആ ആദ്യത്തെ ശ്രമം ആർച്ച് ഡീക്കനെ കൂടുതൽ അടുപ്പിക്കുക, വിഘടിച്ചു നിന്ന ആർച്ച് ഡീക്കനെ നമ്മുടെ സഭയിൽ കൂടുതൽ അടുപ്പിക്കുക എന്നുള്ള ഒരു ഉദ്ദേശമായിരുന്നു അതിലുണ്ടായിരുന്നത്. നല്ലൊരു വിഭാഗം ഈ ആളുകളും ആർച്ച് ഡീക്കനെ വിട്ട് കർമ്മലിത്ത മിഷണറിമാരോട് ചേരുകയുണ്ടായി. അവരുടെ വാക്കുകൾക്ക്, അതായത് ഈ ആർച്ച് ഡീക്കനെ അവർ പാടെ ഉപേക്ഷിച്ചു തന്നെ എന്ന് വേണം പറയാം. കർമ്മലിത്ത മിഷണറിമാരുടെ പ്രവർത്തനങ്ങളിൽ തൽപരനായ
അല്ലെങ്കിൽ താല്പര്യം ഇവരുടെ പ്രവർത്തനങ്ങളിൽ ആകൃഷ്ടനായ, അവരുടെ പ്രവൃത്തികളിൽ മതിപ്പ് തോന്നിയ മാർപ്പാപ്പ 1659 ഡിസംബർ 3 മലബാർ വികാരിയാത്ത് സ്ഥാപിച്ചു. അതിൻ്റെ പ്രഥമ വികാരി അപ്പോസ്തലിക്കയായിട്ട് നമ്മുടെ ജോസഫ് സെബസ്ത്യാനിയെയും നിയമിക്കുകയുണ്ടായി. 1663 ജനുവരിയിൽ ഡച്ചുകാർ പോർച്ചുഗീസുകാരിൽ നിന്ന് കൊച്ചി പിടിച്ചെടുത്തു. അത്രയും നാൾ പോർച്ചുഗീസുകാർ ഭരിച്ചിരുന്ന സ്ഥലമായിരുന്നു. അവരിൽ നിന്നാണ് ഡച്ചുകാർ 1663 ജനുവരിയിൽ ഡച്ചുകാർ പോർച്ചുഗീസുകാരിൽ നിന്ന് കൊച്ചി പിടിച്ചെടുത്തു. ഇതേ തുടർന്ന് പോർച്ചുഗീസ് മിഷണറിമാർ ഇവിടെയും വിട്ടു പോകേണ്ടി വന്നു. അതിൽ പ്രത്യേകിച്ച് സെബസ്ത്യാനി, നമ്മുടെ ജോസഫ് സെബസ്ത്യാനി എന്ന മിഷണറി, ജോസഫ് സെബസ്ത്യാനി കൊച്ചി വിടാൻ നിർബന്ധിതനായി. പക്ഷേ അദ്ദേഹം ഒരു കാര്യം ചെയ്തു. പോകുന്നതിന് മുൻപ് തന്നെ ഇവിടുത്തെ നാട്ടുകാരനായ പറമ്പിൽ ചാണ്ടി കത്തനാരെ വികാരി അപ്പോസ്തലിക്കയായി നിയമിച്ചിട്ടാണ് സെബസ്ത്യാനി റോമിലേക്ക് തിരിച്ചു പോകുന്നത്. പക്ഷേ ഡച്ചുകാർ ഒരു നിബന്ധന വച്ചിരുന്നു. യൂറോപ്പിൽ നിന്ന് വന്നിട്ടുള്ള എല്ലാ കത്തോലിക്ക മിഷണറിമാരെല്ലാവരും തിരിച്ചു പോയിക്കൊള്ളണം. ഇത് ഡച്ചുകാർ പറഞ്ഞിരുന്നൊരു കാര്യമാണ്. സെബസ്ത്യാനി റോമിലേക്ക് തിരിച്ചുപോയി. പക്ഷേ ഒപ്പമുണ്ടായിരുന്ന ഫാദർ മത്തേവൂസ്, അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന മറ്റു ചിലരും പോകാതെ ഈ ഡച്ചുകാർക്ക് സ്വാധീനമില്ലാത്ത ഉൾനാടൻ പ്രദേശങ്ങളിൽ പോയി താമസിക്കുകയും അവിടെ നിന്നുകൊണ്ട് ഈ പ്രവർത്തനങ്ങൾ തുടരുകയും ചെയ്തു. ശാസ്ത്രത്തിൽ നിപുണനായ ഈ ഫാദർ മത്തേവൂസ്, അദ്ദേഹം ഈ കേരളത്തിൻ്റെ സസ്യസമ്പത്തിനെക്കുറിച്ച് ഒരു ഗ്രന്ഥം രചിക്കുകയുണ്ടായി. ആ ഗ്രന്ഥത്തിൻ്റെ പേരാണ് ഹോർത്തൂസ് മലബാറിക്കൂസ്. ആ പുസ്തകം കേരളാരാമം എന്ന് അറിയപ്പെടുന്നു. ഈ പുസ്തകം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ കേരളത്തിൻ്റെ, അതായത് മലയാള ഭാഷയിൽ അച്ചടിച്ച ഒരു പുസ്തകം കൂടിയായിരുന്നു ഈ ഹോർത്തൂസ് മലബാറിക്കൂസ്. 1768 ഈ ഗ്രന്ഥം എഴുതിയത്. അപ്പോൾ ഈ ഗ്രന്ഥം എഴുതിയ ഫാദർ മത്തേവൂസ് ചെയ്തിരുന്നത് ഡച്ച് ഗവർണറായിരുന്ന ഹെൻറിക് ആഡ്രിയാൻ വാൻറീഡിന് ഈ ഗ്രന്ഥം സമർപ്പിച്ചു. അതിന് കാരണമുണ്ട്. സസ്യശാസ്ത്രത്തിൽ അല്ലെങ്കിൽ സസ്യശാസ്ത്രത്തെക്കുറിച്ച് കൂടുതൽ തൽപരനായ ഒരു ഗവർണറായിരുന്നു ഈ ആർച്ച് ബിഷപ്പ്. അദ്ദേഹത്തിന് ഈ ഗ്രന്ഥം സമർപ്പിക്കുകയും ഈ ഗ്രന്ഥം സമർപ്പിച്ച അദ്ദേഹത്തിന് ഈ ഗ്രന്ഥത്തോട് വളരെയധികം താല്പര്യമുണ്ടായി. അത് അദ്ദേഹത്തെ വളരെയധികം സ്വാധീനിച്ചു. ഫാദർ മത്തേവൂസും ഡച്ച് ഗവർണറും കൂടി വളരെ സ്നേഹബന്ധത്തിലായി. ഇതിൽ നിന്നാണ് അത് തുടക്കം. അങ്ങനെ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട വിഷയവുമായിട്ട് ചെല്ലുകയും ആ സസ്യസമ്പത്തിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ അറിഞ്ഞപ്പോൾ അദ്ദേഹത്തോട് താല്പര്യം കാണിച്ച് ഇദ്ദേഹത്തിന് നമ്മുടെ ഫാദർ മത്തേവൂസിന് കൊച്ചിയിൽ ഒരു ദേവാലയം പണിയുവാനും സൗജന്യമായിട്ട് ഭൂമിയും ലഭിക്കുവാനിടയായി. ഗവർണർ പ്രത്യേകം കൊടുത്ത ഒരു സമ്മാനമാണ്. അതായത് ദേവാലയം പണിയുവാനുള്ള അനുവാദം, കൂടാതെ സൗജന്യമായിട്ട് ഭൂമിയും. അങ്ങനെ പണിത കൊച്ചിയിലെ ചാത്തിയാത്ത് പണിത ദേവാലയമാണ് മൗണ്ട് കാർമൽ ദേവാലയം. നിങ്ങൾക്ക് കുറേ പേർക്കൊക്കെ അറിയാവുന്ന ദേവാലയമാണ്. അപ്പോൾ അത് ഈ ഫാദർ മത്തേവൂസിൻ്റെ ഒരു പ്രത്യേകതയാണ്. നമ്മൾ വീണ്ടും നമ്മുടെ നാട്ടുകാരനായ പറമ്പിൽ ചാണ്ടി മെത്രാൻ്റെ സഹായത്തെ, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനമാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഈ പറമ്പിൽ ചാണ്ടി മെത്രാൻ്റെ സഹായത്തോടെ കർമ്മലിത്ത മിഷണറിമാർ ഒട്ടുമുക്കാൽ മാർത്തോമ ക്രിസ്ത്യാനികളെ എല്ലാവരെയും റോമാ സിംഹാസനത്തോട് അടുപ്പിച്ചു. അതൊരു പ്രത്യേകതയാണ്. നമ്മുടെ ചാണ്ടി മെത്രാൻ്റെയും അതേപോലെ തന്നെ കർമ്മലിത്ത മിഷണറിമാരുടെയും പ്രവർത്തന ഫലമായിട്ടാണ് മാർത്തോമ ക്രിസ്ത്യാനികളിൽ ഭൂരിപക്ഷം പേരും ഇങ്ങോട്ട് വരാൻ ഇടയായത്. 1700 മുതൽ
മലബാർ വികാരിയാത്ത് നിയന്ത്രിച്ചതും കർമ്മലിത്ത മിഷണറിമാരാണ്. അതുകൊണ്ട് തന്നെ 1701 ആഞ്ചലോ ഫ്രാൻസിസിനെ വികാരി അപ്പോസ്തലിക്കയായിട്ട് നിയമിക്കുകയും ചെയ്തു. നിങ്ങൾക്ക് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. അപ്പോൾ നാട്ടുകാരനായ പറമ്പിൽ ചാണ്ടി മെത്രാൻ്റെ സഹായത്തോടെയും കർമ്മലിത്ത മിഷണറിമാരുടെയും സഹായത്തോടെയും ഈ മാർത്തോമാ ക്രിസ്ത്യാനികളെ കൂടുതൽ പേരെയും ഇതിലേക്ക് അടുപ്പിക്കുകയും റോമാ സിംഹാസനത്തിൻ്റെ റോമയുടെ കീഴിൽ കൊണ്ടുവരികയും അങ്ങനെ നമ്മുടെ ലത്തീൻ സമുദായത്തോട് കൂടുതൽ താല്പര്യം കാണിക്കുകയും ചെയ്തിരുന്നു. ഇതിനിടയിലാണ് ഭദ്രവാദോ പ്രൊപ്പഗാന്ത പ്രശ്നം അധികാരം തല ഉയർത്തിയത്. ഭദ്രവാദോ പ്രൊപ്പഗാന്ത അധികാരം കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഭദ്രവാദോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റോം പ്രത്യേകം അനുവാദം കൊടുക്കുന്ന, അംഗീകാരം കൊടുക്കുന്ന ഒരു പ്രത്യേക ഒരു അധികാരമാണ്. അതായത് ഇപ്പോൾ പോർച്ചുഗീസുകാർ എവിടെയൊക്കെ രാജ്യങ്ങളിലൊക്കെ പോയി ക്രിസ്ത്യൻ രാജ്യങ്ങളിലൊക്കെ പോകുന്നു, ആ രാജ്യങ്ങളിലൊക്കെ ക്രിസ്ത്യൻ രാജ്യങ്ങളിൽ എവിടെയൊക്കെ മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ പോകുന്നു, ആ രാജ്യങ്ങളിലുള്ള ആളുകൾക്ക് വിശ്വാസം പ്രചരിപ്പിക്കുവാനും അത് വളർത്തുവാനുമുള്ള പ്രത്യേക റോമിൻ്റെ അധികാരമാണ് ഭദ്രവാദോ അധികാരം. ഈ ഭദ്രവാദോ അധികാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ രൂപതകൾ സ്ഥാപിക്കാൻ, മെത്രാന്മാരെ നിയമിക്കാനുള്ള അധികാരം ആ രാജ്യത്തിനുണ്ട്. അല്ലെങ്കിൽ ആ രാജ്യം ഭരിക്കുന്ന ഇപ്പോൾ പോർച്ചുഗലാണല്ലോ കൊച്ചി ഭരിച്ചിരുന്നത്. അപ്പോൾ പോർച്ചുഗലിന് പ്രത്യേക അധികാരം കൊടുത്തിരുന്നു. അതാണ് ഭദ്രവാദോ അധികാരം. അപ്പോൾ ഈ അധികാരം ഡച്ചുകാർ കൊച്ചി പിടിച്ചെടുത്തപ്പോൾ ആ അധികാരം റോം തൽക്കാലം മാറ്റിവെച്ചു. കാരണം എന്താണ്? കൊച്ചി അപ്പോൾ ഡച്ചുകാരുടെ അധീനതയിലാണ്. അതിൽ നിന്ന് മാറിയാൽ വീണ്ടും പോർച്ചുഗല് ഡച്ച് ഈ കൊച്ചി പിടിച്ചിരിക്കുന്ന ഡച്ചുകാരിൽ നിന്ന് കൊച്ചിയെ മുക്തമാക്കാമെങ്കിൽ, വീണ്ടും പോർച്ചുഗലിൻ്റെ അധീനതയിലാക്കാമെങ്കിൽ ഭദ്രവാദോ അധികാരം വീണ്ടും കൊടുക്കാമെന്ന് റോം പറയുകയുണ്ടായി. പാപ്പ അതിനൊരുക്കമായിരുന്നു. പക്ഷേ ഡച്ചുകാർ സമ്മതിക്കുന്നുണ്ടോ? ഇല്ല. കൊടുങ്ങല്ലൂർ ആർച്ച് ബിഷപ്പായിരുന്ന ഫ്രാൻസിസ് ഗാർസിയ മരണമടഞ്ഞപ്പോൾ പകരം ഒരു പുതിയ മെത്രാനെ വാഴിക്കാൻ പോലും ഡച്ചുകാർ സമ്മതിച്ചില്ല. ഇതായിരുന്നു അന്നത്തെ ആ കാലഘട്ടം. പ്രിയപ്പെട്ടവർ, നമ്മൾ മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ കൂനം കുരിശ് ശബ്ദത്തിന് ശേഷം ഉണ്ടായിരുന്ന കാര്യങ്ങൾ മാർത്തോമാ ക്രിസ്ത്യാനികളെ കൂടുതലും പേരെയും റോമാ സിംഹാസനത്തിൻ്റെ കീഴിൽ കൊണ്ടുവരുവാൻ കർമ്മലിത്ത മിഷണറിമാരെ സഹിച്ച ആ ബുദ്ധിമുട്ട്, വേദന, അവരുടെ ആ ത്യാഗം നമ്മൾ മനസ്സിലാക്കുക എന്നത് തന്നെയാണ് ഇന്നത്തെ ഈ ക്ലാസ്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. നമ്മൾ ഇപ്പോൾ ആയിരിക്കുന്ന ഈ കത്തോലിക്ക സഭയിൽ നമ്മൾക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഇത് നമ്മളിപ്പോൾ ഇങ്ങനെ ആയിരിക്കണമെങ്കിൽ ഇതിൻ്റെ പിന്നിൽ ത്യാഗം സഹിച്ച മിഷണറിമാരുടെ വളരെ അഗാധമായ പ്രവർത്തനമുണ്ട്. ആ പ്രവർത്തനങ്ങളെ നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ കൊടുത്ത് പ്രാർത്ഥിക്കണം, ദൈവത്തിന് നന്ദി പറയണം. കാരണം നിങ്ങൾ ആയിരിക്കുന്ന ഈ സഭയിലായിരിക്കുവാൻ ദൈവം അനുഗ്രഹിച്ചതിനെ ഓർത്തൊക്കെ നമുക്ക് നന്ദി പറയാം. ഈ കാര്യങ്ങളൊക്കെ മനസ്സിൽ ഓർത്തുകൊണ്ട് നിങ്ങൾ അതിനെക്കുറിച്ചൊക്കെ പഠിക്കണം. ഈ നമ്മുടെ കേരള ചരിത്രത്തെക്കുറിച്ചൊക്കെ കൂടുതൽ കാര്യങ്ങൾ പഠിക്കണം. നിങ്ങളുടെ ആ ടെക്സ്റ്റ് ബുക്കുകളൊക്കെ നിങ്ങൾ റെഫർ ചെയ്യണം. അത് അടുത്ത ക്ലാസ്സിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം കൂടി ഞാൻ പറയുകയാണ്. ഈ കർമ്മലിത്ത മിഷണറിമാരുടെ പ്രവർത്തനങ്ങൾ എന്നു മുതലാണ് കൊച്ചിയിലെ കേരള ചരിത്രത്തിൽ ഉണ്ടായതെന്നും അതിന് മുൻപന്തിയിൽ നിന്നവരും കർമ്മലിത്ത മിഷണറിമാരുടെ പ്രവർത്തനത്താൽ എല്ലാ സഭയിലുമുള്ള ആളുകളെ, പ്രത്യേകിച്ച് മാർത്തോമാ ക്രിസ്ത്യാനികളെ ഇതിലേക്ക് കൂടുതൽ അടുപ്പിക്കുവാനുണ്ടായ ആ കാര്യങ്ങൾ, ആ സംഭവങ്ങളൊക്കെ എല്ലാം നിങ്ങളൊന്ന് ഒരു ഫുൾ പേജിൽ നിങ്ങളതൊന്ന് എഴുതി നിങ്ങളുടെ ടീച്ചറിനെയൊക്കെ ഒന്ന് കാണിക്കണം. അടുത്ത
ക്ലാസ്സിന് മുൻപ് തന്നെ, അടുത്ത ഞായറാഴ്ചത്തെ ക്ലാസ്സിന് മുൻപ് തന്നെ നിങ്ങൾ അത് സമർപ്പിക്കണം. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹസമ്പന്നനായ ഈശോയെ, കേരള സഭയെക്കുറിച്ച് ഞങ്ങൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ, ഞങ്ങളായിരിക്കുന്ന ഈ തിരുസഭയിൽ ഞങ്ങൾ ഇന്നത്തെ ഈ സാഹചര്യത്തിൽ ജീവിക്കുവാനും ഈ സഭയിൽ അംഗങ്ങളാകുവാനും അങ്ങ് വിളിച്ചതിനോർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. കാരുണ്യവാനായ ദൈവമേ, അതിന് ഞങ്ങളെ തിരഞ്ഞെടുത്തതിനോർത്ത് നന്ദി പറയുന്നു. ഞങ്ങൾ പഠിച്ച കാര്യങ്ങൾ ഓർത്ത് ഞങ്ങളുടെ ജീവിതത്തിൽ, ഞങ്ങളുടെ വിശ്വാസ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ അത് ഞങ്ങൾക്ക് ഇടയാകട്ടെ. നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.